നിങ്ങൾ കളിയാക്കിയതിനുള്ള മറുപടി ആയിട്ടാണ് ഞാൻ വന്നേക്കണത്. കുട്ടി ഏതേറ്റു എനിക്ക് എന്താണോ പറയണ്ടേ എന്നുള്ളത് ഒരു ഐഡിയ ഇല്ല കേട്ടോ. അപ്പം ഹായ്, അസ്സലാമു അലൈക്കും. ആദ്യമായിട്ടാണല്ലോ ഇങ്ങനെ ഒരു വീഡിയോ കാണുന്നത്. ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് എനിക്കും എന്താണ് പറയേണ്ടത് എന്നുള്ളതൊന്നും വലിയ ഐഡിയ ഇല്ല. പിന്നെയല്ല, ആദ്യമായിട്ട് ചെയ്യണ കാരണം കുറച്ച് പ്രശ്നങ്ങളുണ്ടാവും. അപ്പം നിങ്ങളോട് കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. അതുകൊണ്ടിട്ടാണ് ഇന്ന് ഇങ്ങനൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. നമുക്ക് ചാനലിന് വേണ്ടിയിട്ട് ഗൂഗിളിൽ നിന്ന് പിൻ നമ്പർ വന്നിട്ടുണ്ട്. അൽഹംദുലില്ലാ, കുറേ പേര് കളിയാക്കിയിട്ടുണ്ട്, കുറേ പേര് കൂടെ നിന്നിട്ടുണ്ട്. എല്ലാവർക്കും ഒരുപാട് സന്തോഷം. എന്നും പറയുന്നതാണ് വീഡിയോ കുട്ടി എഴുന്നേറ്റു. അപ്പോൾ ഇതാണ് അവസ്ഥ. നമ്മൾ വീഡിയോ എടുക്കുമ്പോഴത്തേക്കും ഉണ്ണി എഴുന്നേറ്റു. അപ്പോൾ ഉണ്ണീനെയൊക്കെ മാറ്റി റെഡിയാക്കിയിട്ടാണ് വന്നേക്കണേ. ഇപ്പോൾ എന്താണോ പറയാൻ വന്നത് എന്ന് പോലും എനിക്ക് പിടുത്തില്ല. അപ്പോൾ എന്നെ കളിയാക്കിയവർക്കും പരിഹസിച്ചവർക്കൊക്കെ ഉള്ളൊരു മറുപടി ആയിട്ടാണെന്ന് ഞാൻ വന്നേക്കണത്. ഞാൻ വെറുതെ പറഞ്ഞതാണ് കേട്ടോ. എന്നെ അധികം ആരും കളിയാക്കിയിട്ടൊന്നുമില്ല. അധികം എന്നല്ല, തീരെ കളിയാക്കിയിട്ടില്ല. ആങ്ങളമാരും വൈഫൊക്കെയും ഇങ്ങനെ ട്രോളൊന്നല്ലാതെ അങ്ങനെ കളിയാക്കലൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെയല്ല, ഞാൻ ഫേസ് കാണിച്ചിട്ടുള്ള വീഡിയോ വളരെ കുറവല്ലേ, അപ്പം അതുകൊണ്ടായിരിക്കാം. പിന്നെ കുക്കിങ്ങിനൊക്കെ എന്ത് ട്രോളാനാന്ന് വിചാരിച്ചിട്ടാവും. അപ്പം അങ്ങനെ ബാഡ് കമൻസ് ഒന്നും എനിക്ക് അങ്ങനെ വരാറില്ല കേട്ടോ, വന്നിട്ടില്ല ഇതുവരെ. അപ്പോൾ പിന്നെയല്ല, ഞാൻ ഒരു കമൻസ് കിട്ടി കഴിഞ്ഞാൽ അതിന് 2 ദിവസം പിടിക്കും എനിക്കൊന്ന് ഓക്കെ ആവാൻ വേണ്ടിയിട്ട്. കാരണം പെട്ടെന്ന് ഞാൻ ഡള്ളാവും. അങ്ങനെ ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ഇനി അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നാൽ ഞാൻ എന്ത് ചെയ്യുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ എന്താണ് നിങ്ങളോട് പറയാനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ചാനലിൽ മോണിറ്റൈസേഷൻ ഒരു 1 ഇയർ ആകുമ്പോഴത്തേക്കും ആയിട്ടുണ്ടായിരുന്നു. തുടങ്ങിയിട്ട് 1 ഇയർ ആകുമ്പോഴത്തേക്കും. പക്ഷെ അതിന്റെ പിൻ നമ്പർ വരാനായിട്ട്, അതായത് $10 കഴിയുമ്പോഴാണ് നമുക്കൊരു പിൻ നമ്പർ വരിക. പിന്നീട് അങ്ങോട്ട് ഇൻകം ഓക്കെ ആവും എന്നുള്ളത്. പക്ഷെ ആ സംഭവം വരാനായിട്ട് എനിക്ക് 3-4 വർഷം എടുക്കേണ്ടി വന്നു. മെയിനായിട്ട് എൻ്റെ മടിയാണ് കാരണം. അപ്പോൾ ഇതാണ് സംഭവം. വന്നിട്ടില്ല. ഇത് എങ്ങനെ പിടിച്ചാലും തല തിരിഞ്ഞിട്ടാണ് വേണം. അപ്പോൾ ഇതാണ് സംഭവം. ഇത് ഇങ്ങനെ ഓപ്പൺ ചെയ്യണം. ഓപ്പൺ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഒരു പിൻ നമ്പർ ഉണ്ട്. അപ്പോൾ ഇതാണ് വന്നത്. ഒരുപാട് സന്തോഷമായിട്ട് ഈ സംഭവം വന്നപ്പോൾ. ഇത് 3 ആഴ്ചയാണ് അവർ പറഞ്ഞത്. എനിക്കൊരു ഒരാഴ്ചയാകുമ്പോഴത്തേക്കും ഈ സംഭവം കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. കാരണം 3 ആഴ്ച കഴിഞ്ഞിട്ടാവുമല്ലോ എന്ന് വിചാരിച്ചു. പക്ഷെ ഇത് കിട്ടിയപ്പോൾ ഒരുപാട് സന്തോഷമായിട്ടോ. എനിക്ക് എൻ്റെ സന്തോഷം കണ്ടിട്ട് പോസ്റ്റ്മാൻ വരെ ചിരിച്ചു പോയി. ഇത് എന്താ സംഭവം? പോസ്റ്റ് ഗേളാണ് കേട്ടോ, ആഞ്ജന എന്നാണ് കേട്ടോ അവളുടെ പേര്. അപ്പം ആള് ചോദിച്ചത് എന്താ സംഭവം, എന്തിനെങ്ങനെ സന്തോഷിക്കണം, എന്തത്ര സന്തോഷിക്കാനുള്ളത് എന്നൊക്കെ ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഒന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പം ചാനലാണോ എന്നാ എനിക്ക് അയച്ചു തരുമെന്ന് ചോദിച്ചാൽ നമ്പറൊക്കെ വാങ്ങിയിട്ടോ. ഞാൻ ഇതുവരെ അയച്ചു കൊടുത്തിട്ടില്ല. അപ്പോൾ ഭയങ്കര സന്തോഷം തോന്നിട്ടെ. കാരണം നമ്മൾ ചാനൽ തുടങ്ങിയിട്ട് മോണിറ്റൈസേഷൻ കഴിഞ്ഞിട്ട് വേഗം കിട്ടേണ്ട ഒരു സാധനം ഇത്രയും ലൈറ്റ് ആവുക എന്ന് പറഞ്ഞാൽ അത് എൻ്റെ മിസ്റ്റേക്ക് കൊണ്ടാകുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമല്ലേ. സത്യം പറഞ്ഞ ഇതിനെ കുറിച്ചിട്ടൊന്നും എനിക്ക് വലിയ ചിന്തയോ കാര്യങ്ങളോ വിഷമോ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ വീഡിയോസ് 2ാമത് ഇട്ട് തുടങ്ങിയപ്പം എല്ലാവരും ഒരുപാട് ഫോളോവേഴ്സും ഒരുപാട് കമന്റ്സ് ഒക്കെ വന്നപ്പോൾ നമുക്ക് സന്തോഷമാണ്. നിങ്ങളെ സബ്സ്ക്രൈബേഴ്സും കൂടിട്ടോ. എന്നും എനിക്ക് 3003, പിന്നെ കാണാം 3001, പിന്നെ കാണാം 3005. അങ്ങനെയാണ് കേട്ടോ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് കാണാറ്. പക്ഷെ പെട്ടെന്ന് എനിക്ക് ഒരു 200ഓളൊക്കെയും സബ് കയറി. അൽഹംദുലില്ലാ, ഒരുപാട് സന്തോഷം. അപ്പം ഇതുവരെ എന്താ പറയുക, സപ്പോർട്ട് ചെയ്ത എല്ലാവരോടും സന്തോഷം, താങ്ക് യു അറിയിക്കാനാണ് ഞാൻ ഇന്നൊരു വീഡിയോ ഇട്ടത്. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഫേസ് കാണിച്ചിട്ട് ഒരു വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത് എന്തുമാത്രം ഓക്കെ ആവുന്നോ എന്താവുന്നോ ഒന്നും എനിക്കറിയില്ല. ഭയങ്കര ടെൻഷനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ ഒരു വീഡിയോയെ കുറിച്ചിട്ട് കമന്റ് ചെയ്യണം, മറക്കരുത്. അപ്പം ഇതാണ് നമ്മളുടെ പിൻ നമ്പർ. ചാനൽ തുടങ്ങാനുണ്ടായ കാരണമൊക്കെ ഞാൻ പറയാം കേട്ടോ. ചാനൽ തുടങ്ങാനായിട്ട് വലിയ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല. ഒരു സന്തോഷത്തിന് തുടങ്ങിയതാണ്. പിന്നെ എനിക്ക് കുക്കിംഗ് നല്ല ഇഷ്ടമാണ്. അങ്ങനെ തുടങ്ങിയിട്ടുള്ള ചാനലായിരുന്നു. അപ്പം സുധിക്ക് നന്നായിട്ട് സപ്പോർട്ട് ചെയ്യട്ടെ. സുധിക്കാനോട് ചോദിച്ചിട്ടാണ് ഞാൻ എന്തും ചെയ്യാറ്. ഇപ്പം പ്രയർ ഡ്രസ്സിൻ്റെ ബിസിനസ് ആയാലും അല്ലെങ്കിൽ യൂട്യൂബ് ചാനലൊക്കെ പിന്നെ 3-4 വർഷം മുന്നത്തെ ആണല്ലോ. അപ്പോഴും ഞാൻ ചോദിക്കും. അപ്പം ആൾ ഓക്കെ പറഞ്ഞാൽ ഓക്കെയാണ്, അല്ല വേണ്ടാന്ന് പറഞ്ഞാൽ അതിലെന്തോ
പ്രശ്നമുണ്ട് എന്നർത്ഥം. അപ്പോൾ ആൾ ഓക്കെ പറഞ്ഞിട്ട് തുടങ്ങിയ ചാനലാണ്. പക്ഷെ മോണിറ്റൈസേഷൻ ആയപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. ഈ ചാനൽ തുടങ്ങിയപ്പം പുതിയ ലാപ്പ് എടുത്തു, കുറെ കാര്യങ്ങൾ എനിക്ക് ആള് ചെയ്തു തന്നു കേട്ടോ സുധിക്ക. പക്ഷെ എനിക്ക് ഞാൻ ആ ലാപ്പ് വെച്ചിട്ട് ഒരു വീഡിയോ പോലും എഡിറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് സത്യം. കാരണം ഞാൻ ചാനലിലേക്ക് അത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ട് വന്നിട്ട് പിന്നെ സ്റ്റോപ്പ് ആക്കിയിട്ട് പിന്നെ എനിക്ക് അതിനോട് വലിയ ടച്ച് ഇല്ല. പിന്നെ എനിക്ക് വീഡിയോസ് ഇടണമെന്നോ അല്ലെങ്കിൽ എന്താ അങ്ങനെയുള്ളൊരു ചിന്തയേ ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ പുറത്ത് വേറെ ജോലിക്ക് പോയി. ഡ്രൈവിംഗ് സ്കൂളിൽ 1 വർഷത്തോളം ജോലി ഉണ്ടായിരുന്നു, ആഡിയോ വർക്സും പിന്നെ ഡ്രൈവിംഗ് ടീച്ചറൊക്കെ ആയിട്ട്. പിന്നെ 1 വർഷം വേറെ ഹാംസ്റ്റർ ഗ്ലോബ് എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പിൽ ജോലിക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പം അതൊക്കെ കഴിഞ്ഞ് പിന്നെ പൊന്നൂസ് ചെറിയ ആളെ ഡെലിവറി ഒക്കെ ആയപ്പോൾ പിന്നെ ഞാൻ വീഡിയോസ് തീരെ ഇടാതായി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് മെന്റലി ഒരു സന്തോഷം ഉണ്ടായേനെ. കാരണം അത്രയും ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു അന്ന്. ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ അന്നൊക്കെയും കറക്റ്റ് റെഗുലറായിട്ട് വീഡിയോസ് ഇടാന്നുണ്ടെങ്കിൽ ഇന്ന് എവിടെയെങ്കിലുമൊക്കെ എത്തിയേനെ. അതായത് ഇന്ന് ഒന്നും അല്ലാതെ ഇരിക്കണേക്കാളും ഭേദം എന്തെങ്കിലുമൊക്കെ ആയേനെന്നർത്ഥം. അപ്പോൾ അങ്ങനെയാണ് ചാനൽ തുടങ്ങിയത്. ഇത്രയൊക്കെയും കല്യാണം കഴിഞ്ഞിട്ടാണ് കുക്കിംഗ് തുടങ്ങിയത്. പക്ഷെ ഞാൻ അതിന് മുന്നേ കുക്ക് ചെയ്യും, എനിക്ക് നല്ല ഇഷ്ടമാണ് കുക്ക് ചെയ്യാനായിട്ട്. പക്ഷെ ഇപ്പൊ ഇത്ത നന്നായിട്ട് വലിയൊരു ഷെഫാണ് കേട്ടോ. ഇത്ത വീട്ടിലറിയപ്പെടാത്തെന്ന് പറഞ്ഞ മാതിരി, നാട്ടിലറിയപ്പെടാത്തെന്ന് പറഞ്ഞ മാതിരി വലിയൊരു ഷെഫായി. അപ്പോൾ അങ്ങനെ എനിക്ക് കുക്കിംഗ് ഇഷ്ടമായിട്ട് തുടങ്ങിയ ചാനലാണ്. മോണിറ്റൈസേഷൻ കഴിഞ്ഞ് $10 പെട്ടെന്നാവും. പക്ഷെ എനിക്ക് ഞാൻ വീഡിയോസ് ഇടാതെ എനിക്ക് എന്നാൽ വന്ന പ്രശ്നമാണ് ഇങ്ങനെ വീഡിയോ ഇടാതെ പിൻ നമ്പർ ആയാലും നമുക്ക് ഡോളേഴ്സ് ആയാലും കയറാതിരുന്നത്. അപ്പോൾ ചാനൽ തുടങ്ങുന്നവരോട് പറയാനുള്ളത്, വ്യൂസ് ഉണ്ടോ ഇല്ലേ എന്നുള്ളതൊന്നും നോക്കണ്ട. നിങ്ങൾക്ക് സന്തോഷമുണ്ടോ അപ്പോൾ ആ വീഡിയോ ഇടുക, അതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെന്ന് പറഞ്ഞാൽ നമ്മളെ സപ്പോർട്ട് ചെയ്തവര് നമ്മൾ മറക്കണ്ട. കാരണം അവരെങ്കിലും ഓർത്തിട്ട് നമ്മൾ വീഡിയോ ഇടാന്നുള്ളതാണ്. കുറേ ബന്ധുക്കളുണ്ട് കേട്ടോ എനിക്ക്. അവര് എപ്പോഴെങ്കിലുമൊക്കെ നമ്മളെ കാണുമ്പോൾ നിന്റെ വീഡിയോസ് കാണാറില്ലല്ലോ, നോട്ടിഫിക്കേഷൻ ഇല്ലാണ്ടാണോ എന്താണ് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ ഞാൻ അങ്ങനെ ആലോചിക്കും, ഇവരൊക്കെ എൻ്റെ വീഡിയോ കാണാറുണ്ടാന്ന്. അതുപോലെ തന്നെ നമ്മളെ ഇപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നത് കാണുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. ഞാനിപ്പോ ഒരു ഹൗസ് വാമിങ്ങിന്റെ റീൽ ഇട്ടുണ്ടായിരുന്നില്ലേ, അതിന്റെ ഇതിന് പോയപ്പം അവിടുത്തെ മാമ നന്നായിട്ട് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കും. അപ്പൊ ഞാന് കുക്ക് ചെയ്യുന്നിടത്തേക്ക് വരാതെ കുറച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ വന്നത്. അപ്പൊ എന്നോട് എടുത്ത വശം ചോദിച്ചു, നിനക്ക് ഇത് എടുക്കായിരുന്നില്ലേ വീഡിയോ ഇടാനായിട്ട് എന്ന്. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം അവരൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്ന് അറിയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. പിന്നെ ഇങ്ങനെ ചാനൽ തുടങ്ങിയ പിന്നെ അങ്ങനെ കളിയാക്കാനോ അതിനുള്ളതൊന്നും നമ്മൾ വീഡിയോസിൽ ഇടാറില്ലല്ലോ. നമ്മൾ കുക്കിംഗ് അല്ല. പിന്നെയല്ല, ഞാൻ ഇപ്പം 2ാമത് തുടങ്ങിയതിന് ശേഷമാണ് നമ്മൾ ലൈവായാലും എൻ്റെ ഫേസ് കാണിച്ചിട്ടായാലും വീഡിയോസ് ഇടാൻ തുടങ്ങിയത്. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. കൂടെ നിന്ന് എല്ലാവർക്കും. ഇക്ക നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഇക്കയുടെ ഫാമിലി ആവട്ടെ, ഇവിടെ എല്ലാവരും നല്ല സപ്പോർട്ടാണ്. ആങ്ങളമാരും നല്ല സപ്പോർട്ടാണ്. അവരെന്നെ കാണുമ്പോൾ വ്ളോഗ് ഉണ്ടോ, നീ വ്ളോഗ് എടുക്കുന്ന വെച്ചിട്ട് ഞങ്ങൾ ഒരുങ്ങി വന്നതാന്നൊക്കെ പറയുമ്പോൾ ശരിക്കും എന്നെ കളിയാക്കുന്നതാണെന്ന് എനിക്ക് മനസ്സിലാവും. എങ്കിലും നമ്മളെ ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ അവളുടെ ഒരു വ്ളോഗ് അങ്ങനെയൊക്കെയല്ലേ പറയാ. അപ്പം എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ ചാനൽ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ഇപ്പം തന്നെ തുടങ്ങിയ ആളുകളോട് എനിക്ക് പറയാനുള്ളത്, കറക്റ്റായിട്ട് വീഡിയോസ് ഇടുക. നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ട് തുടങ്ങിയതാണ് എന്നുണ്ടെങ്കിൽ അത് നിർത്തണ്ട. നമ്മളെ കാത്ത്, നമ്മുടെ വീഡിയോ കാത്ത് ആരെങ്കിലും ഒരാളുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടായാലും നിങ്ങൾ വീഡിയോ ചെയ്യാം. ഒരുപാട് പുതിയ സബ്സ്ക്രൈബേഴ്സ് വന്നു, കുറേ വ്യൂസ് കയറുന്നുണ്ട്. അൽഹംദുലില്ലാ, ഒരുപാട് സന്തോഷം. നമ്മൾ വിചാരിച്ചിട്ടില്ലേ നിങ്ങളൊക്കെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യും എന്നുള്ളത്. ഇപ്പം ഞങ്ങൾ ആലപ്പുഴ പോയിട്ടുണ്ടായിരുന്നു. അപ്പോഴും എല്ലാവരും പറയുന്നത്, ഞാൻ നിങ്ങളെ കാണാറുണ്ട്, ഞാൻ നിങ്ങളുടെ ലൈവ് കാണാറുണ്ട്. ആര്? ആലപ്പുഴയിലുള്ളവരല്ലാട്ടാ, നമ്മുടെ കൂടെ വന്നവര് ലൈവ് കാണാറുണ്ട് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് സന്തോഷം. അതുപോലെ ഇക്കാടെ ഫാമിലി ഒരു കുഞ്ഞുമ്മുണ്ട്. ആ കുഞ്ഞുമ്മ വന്നപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ എന്നും നിന്റെ ലൈവ് ഓപ്പൺ ചെയ്ത് വെക്കാറുണ്ട്, പക്ഷെ നീ ആരെയും കാണാനില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ ഞാൻ മിണ്ടാതിരിക്കുന്നതാണ്. പിന്നെ ഒരു ദിവസമാണ് കമന്റ് ഇട്ടത് എന്ന് പറഞ്ഞു. അപ്പൊ അവരൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്ന് അറിയുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. എനിക്ക് ആ കുഞ്ഞുമാനെ ഭയങ്കര ഇഷ്ടമാണ്. അല്ലെങ്കിലും ഇത് പറഞ്ഞോണ്ടല്ല, അതിന് മുന്നേ എനിക്ക് നല്ല ഇഷ്ടമാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ. അപ്പൊ ഞാൻ ചാനൽ തുടങ്ങാനുള്ള കാരണം, നിർത്താനുള്ള കാരണം, ഇപ്പൊ റീസ്റ്റാർട്ട് ചെയ്യാനുള്ള കാരണം എല്ലാതും പറഞ്ഞു. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഇങ്ങനെയുള്ള വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഈ വീഡിയോ ലൈക്കും ഷെയറൊക്കെ ചെയ്യാം.
ഇൻഷാല്ല ഡേ മൈ ലൈഫ് ചെയ്യണമെന്ന് ഒരുപാട് പേര് കമന്റ് ചെയ്യുന്നുണ്ട്, ലൈവിലായാലും പറയുന്നുണ്ട്. ഡേ മൈ ലൈഫ് ചെയ്യാൻ എന്നും ചെയ്യണതല്ലേ നമ്മൾ ജോലി, അല്ലെങ്കിൽ എന്നും കാണുന്ന കാര്യങ്ങളല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വീഡിയോസ് എടുക്കാഞ്ഞത്. എനിക്കറിയാം നിങ്ങൾ ഈ 3 കുട്ടികളെ വെച്ചിട്ട് എങ്ങനെയാണ് ഇവളിത് ചെയ്യണത്, ഈ തത്രപ്പാടൊന്നും കാണട്ടെ എന്ന് വെച്ചിട്ടാവും എനിക്കറിയാം. പക്ഷെ ഞാൻ ഇൻഷാല്ല ഞാനൊരു ഡേ മൈ ലൈഫ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് എൻ്റെ ചാനലിൽ കൂടെ അല്ലെങ്കിൽ ഞാൻ പറയുന്ന ഇത് എന്താണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക. നമ്മുടെ എന്താ പറയാ, എല്ലാത്തിനും കൂടെ നിന്നിട്ടുള്ള സപ്പോർട്ട് ചെയ്തിട്ടുള്ള എല്ലാവരോടും ഒരുപാട് താങ്ക്സ്. അപ്പൊ ഇത്രയൊക്കെയാണ് വിശേഷം. അപ്പോൾ ഇനി കുറേ ഡോളേഴ്സ് വന്നിട്ട് വേണം ഫസ്റ്റ് ഇൻകം നിങ്ങളെ കാണിക്കാനായിട്ട്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. എന്നാണാവും ആ ഭാഗ്യം എന്നുള്ളത് എനിക്കറിയില്ല. കുറേ പേര് എന്നും മെസ്സേജ് അയക്കും, വീഡിയോസ് ഇടണം, നിർബന്ധമാണ് വീഡിയോസ് ലൈവ്. എൻ്റെ ഫ്രണ്ട് മുഫീദ അഫ്സലിൻ്റെ ചാനൽ ഞാനിവിടെ പിൻ ചെയ്തിടാം, കമൻ്റ് ആയാലും. അപ്പോൾ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അവളാണ് എപ്പോഴും വീഡിയോസ് ഇടാൻ വേണ്ടിയിട്ട് ചീത്ത പറയുന്ന ആള്. ശ്രുതിക്ക് സപ്പോർട്ട് ചെയ്യെങ്കിലും വീഡിയോസ് ഇടാതിരിക്കണേന് ചീത്തയൊന്നും പറയില്ല കേട്ടാ, അങ്ങനെ. പക്ഷെ ഈ മുഫീദ അതുപോലെ വേറെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്, അവർക്കൊക്കെ വീഡിയോസ് കണ്ടില്ലെങ്കിൽ ഭയങ്കര വിഷമവും ദേഷ്യമാണ്. അപ്പൊ എല്ലാവരോടും താങ്ക് യു. അപ്പോൾ ഈ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഫേസ് കാണിച്ചൊരു വീഡിയോ ചെയ്യുന്നത്. എന്താവും എന്നുള്ളത് ഒരു ഐഡിയ ഇല്ല. അപ്പം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫാമിലീസിനൊക്കെ അയച്ചു കൊടുക്കുക. പിന്നെ എൻ്റെ കസിൻസ് എല്ലാവരും ഇപ്പോഴും പറയുന്നതാണ് കേട്ടോ വീഡിയോ ഇടാനായിട്ട്. നമ്മൾ പ്രതീക്ഷിക്കാത്ത ആളുകൾ വരെ നമ്മളോട് പറയുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ഇനിയും നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഇതുവരെ നിന്ന ഫാമിലിക്കും ഫ്രണ്ട്സിനും ഈ വീഡിയോ കാണുന്ന എല്ലാവരോടും ഒരുപാട് താങ്ക്സ്. ഈ പിൻ നമ്പർ എന്ന് പറഞ്ഞത് വലിയ സംഭവമൊന്നുമല്ല, എനിക്കറിയാം. പക്ഷെ എനിക്കത് വലിയൊരു സംഭവമാണ്. കാരണം 4-5 വർഷമായി ഇതിന് പിന്നാലെ നടക്കണം. അപ്പം എൻ്റെ വന്നിട്ടുള്ള മിസ്റ്റേക്കാണ് കേട്ടോ, ഞാൻ വീഡിയോ ഇടാത്തത് കൊണ്ടാണെങ്കിൽ പോലും. ഇപ്പം എനിക്ക് കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട്. ഇനി അടുത്തൊരു വീഡിയോ ഇതുപോലെ നമ്മൾ ഇൻകം കിട്ടിയിട്ട് നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. അപ്പം ഇത്രയൊക്കെയുള്ള വീഡിയോ. അപ്പം നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരെയും ടാറ്റ, ബൈ.